ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലി നാൻസി. അപ്പോൾ ഇന്ന് നമ്മുടെ പുനർജനി എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഗായത്രി, മോനിന്ന് ഇവിടെ ചേച്ചിയുടെ കൂടെ നിൽക്കുവാണ്. അമ്മയ്ക്ക് ഓഫീസിൽ അർജൻറ്റ് വർക്ക്, നൈറ്റ് അവിടെ ആയിരിക്കും. അനന്തു: ശരി ചേച്ചി. ഗായത്രി പ്രൊഫസർ എഡ്വേർഡിനെ വിളിച്ചു. സൈക്കോളജിയിലെ അഗ്രഗണ്യനാണ് പ്രൊഫസർ എഡ്വേർഡ് മോസസ്. സൈക്കോളജിയിൽ മാത്രമല്ല, ചില മന്ത്രതന്ത്ര വിദ്യകൾ കൂടി വശമുണ്ട്. മെറ്റാഫിസിക്സിൽ ഗവേഷണം നടത്തുന്ന ആൾ കൂടിയാണ്. പ്രൊഫസറുടെ കഴിവുകൾ അറിയാവുന്നവർ കളിയായിട്ടാണെങ്കിലും പറയാറുണ്ട്, പ്രൊഫസറുടെ താഴ്വഴിയിലുള്ള അമ്മാവനാണെന്ന് തോന്നുന്നു കടമറ്റത്ത് കത്തനാരെന്ന്. തൻ്റെ ജീവിതം ഗവേഷണത്തിന് മാറ്റിവെച്ചിട്ടുള്ള 60 വയസ്സുള്ള പ്രൊഫസർ ഇന്നും അവിവാഹിതനാണ്. ഗായത്രി പ്രൊഫസറുടെ പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു. 39-കാരിയായ ഗായത്രിയും അവിവാഹിതയാണ്. ഇരുവരെയും ചേർത്ത് ചില ഗോസിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ പറയുന്നതിന് ചെവി കൊടുക്കാത്ത പ്രകൃതക്കാരാണ് രണ്ടുപേരും. ഗായത്രി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. പ്രൊഫസർ പറഞ്ഞു, ഞാൻ ഉടനെ എത്താം. അന്ന് പ്രൊഫസർ ഗായത്രിയുടെ ഫ്ലാറ്റിൽ തങ്ങി. പിറ്റേന്ന് വെളുപ്പിനെ അനന്തു സ്വപ്നം കാണാറുള്ള സമയം രണ്ടുപേരും അനന്തുവിൻ്റെ അടുത്തിരുന്നു. പ്രൊഫസർ ഡെവലപ്പ് ചെയ്തെടുത്ത മൈൻഡ് കൺട്രോളിംഗ് മെഷീൻ അനന്തുവിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്നു. പ്രൊഫസർ ഒരു ഡ്രോയിങ് പാഡ് കയ്യിൽ കരുതി. ഉറക്കത്തിലായിരുന്ന അനന്തുവിൻ്റെ മുഖത്ത് പുഞ്ചിരി തെളിയാൻ തുടങ്ങി. പ്രൊഫസർ: യെസ്, ഷി ഹാസ് അറൈവ്ഡ്. പ്രൊഫസർ അനന്തുവിൻ്റെ നാഡീമിടിപ്പ് പരിശോധിച്ചു. ഇത്തവണ അനന്തു ഞെട്ടിമാറുന്നതിന് മുമ്പ് പ്രൊഫസർ അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്തു. അനന്തു: പോകല്ലേ, എന്നെ വിട്ടു പോകല്ലേ. പ്രൊഫസർ: ഇല്ല, പോകുന്നില്ല, കൂടെ തന്നെയുണ്ട്. അനന്തുവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രൊഫസർ ഡീകോഡ് ചെയ്തെടുത്തു. അനന്തു വിവരിച്ച കാര്യങ്ങൾ വെച്ച് ആ രൂപത്തിൻ്റെ ചിത്രം പ്രൊഫസർ വരച്ചു. എല്ലാം കഴിഞ്ഞു. അനന്തുവിനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നു. ബ്രേക്ക്ഫാസ്റ്റ് അവർ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ച് പ്രൊഫസർ യാത്രയായി. പുറപ്പെടും മുമ്പ് പ്രൊഫസർ ഗായത്രിയോട്: പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, വേണ്ടത് ചെയ്യുക, ഇല്ലെങ്കിൽ അപകടമാണ്. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളൂ. ഗായത്രി അശ്വതിയെ വിളിച്ചു വരുത്തി. അനന്തുവിനെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു. അശ്വതി: എടി, എന്താ ഒരു ഗൗരവം? പ്രശ്നമാണോ അവൻ്റെ കാര്യം? ഗായത്രി: പറയാം. എടാ, ഇന്ന് ഞാനും എൻ്റെ പ്രൊഫസറും കൂടെ അവനെ ഡീറ്റെയിൽ ആയിട്ട് ഹിപ്നോസിസ് ചെയ്തു. അശ്വതി: ഓ പ്രൊഫസർ, നിൻ്റെ എഡ്ഡി സാർ. ഗായത്രി: പറയുന്നത് കേൾക്കടി കോപ്പേ. സാർ അവനിലുള്ളതെല്ലാം ചോർത്തിയെടുത്തു. എല്ലാം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിനു മുമ്പ് അവൻ സ്വപ്നത്തിൽ കാണുന്ന രൂപത്തിനെ നിനക്ക് കാണേണ്ടേ? അതെങ്ങനെ? അതൊക്കെയുണ്ട്. അത് കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി. ഇതാ കാണൂ. പ്രൊഫസർ വരച്ചെടുത്ത ആ രൂപം കാണണമെങ്കിൽ ഇതാ സ്ക്രീനിൽ നോക്കൂ. ചിത്രത്തിലെ രൂപം കണ്ട അശ്വതി ഞെട്ടിപ്പോയി. ഇതെൻ്റെ 20ാമത്തെ വയസ്സിലുള്ള അതേ രൂപമല്ലേ? അതുമല്ല, ഇങ്ങനെയുള്ള വസ്ത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ ധരിച്ചിട്ടില്ല. അതെങ്ങനെ ഇവൻ്റെ സ്വപ്നത്തിൽ? അന്ന് ഇവൻ്റെ കാര്യം പോലും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഗായത്രി: നീ 20ാം വയസ്സിൽ അതിസുന്ദരിയായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി കേട്ട് നീ ഞെട്ടരുത്. ഇല്ലടി, നീ പറ. ഗായത്രി: സ്വപ്നത്തിൽ മുല്ലപ്പൂവിൻ്റെയും പാലപൂത്തതിൻ്റെയും ചെമ്പകത്തിൻ്റെയും മണം വരുന്നത് അവൻ്റെ ഉപബോധ മനസ്സിൽ വരുന്ന ഹാലൂസിനേഷനാണ്. മുല്ലപ്പൂ മണം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയത്തെയാണ് കാണിക്കുന്നത്. ചെമ്പകത്തിൻ്റെയും പാലപ്പൂവിൻ്റെയും മണം അർത്ഥമാക്കുന്നത്. ഗായത്രിയുടെ ഫോൺ റിങ് ചെയ്തു. അത് പെട്ടെന്ന് സൈലൻ്റാക്കി അവൾ തുടർന്നു. നമ്മൾ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ. അശ്വതി: നീങ്ങിയില്ലെങ്കിൽ? ഗായത്രി: ഈ വരുന്ന മഹാനവമിക്ക് മുമ്പ് ഒരു മരണം സംഭവിച്ചേക്കാം. എന്തോന്നിടേ?
ഗായത്രി, നീ ടെൻഷനാകാതെ, ഞാൻ ബാക്കി കൂടെ പറയട്ടെ. അശ്വതി കണ്ണുകൾ മിഴിച്ചുകൊണ്ട് ഗായത്രി പറയുന്ന അവിശ്വസനീയമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഗായത്രി, എടി, എല്ലാ മനുഷ്യർക്കും ഒരു കഴിഞ്ഞ ജന്മമുണ്ട്. അവൻ കഴിഞ്ഞ ജന്മത്തിൽ, അതായത് ഏതാണ്ട് 120ഓളം വർഷങ്ങൾക്ക് മുൻപ്, അന്ന് തിരുവിതാംകൂറാണ്, കേരളമല്ല, ഒരു തറവാട്ടിലായിരുന്നു ജനനം. അവൻ്റെ പേര് കൃഷ്ണനുണ്ണി എന്നായിരുന്നു. ഒരു നമ്പൂതിരി ചെക്കൻ. അവൻ്റെ അമ്മയുടെ പേര് സാവിത്രി അന്തർജനം. ഇപ്പോൾ നിന്റെ സൗന്ദര്യം എങ്ങനെയാണോ അനന്തുവിന് കിട്ടിയേക്കുന്നത്, അതുപോലെ അതിസുന്ദരിയായ ഒരു അമ്മയുടെ മകനായതുകൊണ്ട് ആ സൗന്ദര്യം അവനും കിട്ടിയിരുന്നു. ആ തറവാട്ടിൽ തന്നെ ഏറ്റവും സുന്ദരൻ. ഇവൻ്റെ മുതുമുത്തശ്ശന്മാർക്ക് മന്ത്രതന്ത്ര വിദ്യകളിലൊക്കെ വശമുണ്ടായിരുന്നു. ഇവന് സുന്ദരിയായ ഒരു മുറപ്പെണ്ണുണ്ടായിരുന്നു. പേര് മഹാലക്ഷ്മി. അപ്സരസ് തോൽക്കുന്ന സൗന്ദര്യം. അവൾ ഇവനേക്കാളും ഏതാണ്ട് 2 വയസ്സ് മൂത്തതായിരുന്നു. അതായത് ഇവന് 18 വയസ്സ് തികഞ്ഞ് 3 മാസവും 12 ദിവസവും കഴിഞ്ഞായിരുന്നു മഹാലക്ഷ്മിയുടെ 20ാം പിറന്നാൾ. ഒരു ദിവസം കുളിക്കടവിൽ വെച്ച് സാവിത്രി അന്തർജനം കാണുന്നത് പടിപ്പുരയുടെ മറവിൽ പ്രണയത്താൽ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന കൃഷ്ണനുണ്ണിയെയും മഹാലക്ഷ്മിയെയുമാണ്. അശ്വതി, ഓ റിയലി? എൻ്റെ മോന് പൂർവ്വജന്മത്തിൽ ഒരു കാമുകി ഉണ്ടായിരുന്നോ? ചെറുപുഞ്ചിരിയോടെ ആത്മകഥം പോലെ പറഞ്ഞു. അനന്തൂട്ടാ, നിനക്ക് ഈ ജന്മത്തിൽ ഒരു ലവർ ഇതുവരെ ഇല്ല. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ ഒരെണ്ണത്തിനെ സെറ്റാക്കിയല്ലേ? അതും മുറപ്പെണ്ണിനെ തന്നെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, കേൾക്കട്ടെ. ഗായത്രി ഒന്ന് നിർത്തിയിട്ട്, ഇപ്പോൾ അനന്തുവിനൊരു ലവർ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? അശ്വതി, അടിച്ച് അവൻ്റെ ആഹാ മൊട്ടയിൽ നിന്ന് വിരിയാത്ത നെത്തോലി ചെക്കൻ. ഗായത്രി, ഈ സെയിം ആറ്റിറ്റ്യൂഡായിരുന്നു അന്ന് സാവിത്രി അന്തർജനത്തിൻ്റേത്. പ്രണയം നിറഞ്ഞ് ആലിംഗബദ്ധരായി നിന്ന കൃഷ്ണനുണ്ണിയെയും മഹാലക്ഷ്മിയെയും ആ സ്ത്രീ വേർപിടിപ്പിച്ചു. മഹാലക്ഷ്മിയോട് ആക്രോശിച്ചു. അവർക്ക് മഹാലക്ഷ്മിയോട് പിന്നെ ദേഷ്യമായി. അശ്വതി, എന്നിട്ട്? ഗായത്രി, അത് കഴിഞ്ഞായിരുന്നു മഹാലക്ഷ്മിയുടെ 20ാം പിറന്നാൾ. അന്ന് തറവാട്ടിൽ ചെറിയ ആഘോഷമുണ്ടായിരുന്നു. പിറന്നാൾ ദിവസം മഹാലക്ഷ്മി മരണപ്പെട്ടു. അശ്വതി, എങ്ങനെ? സാവിത്രി കൊന്നത് വല്ലതുമാണോ ആ കുട്ടിയെ? ഗായത്രി, അവൾ മരണപ്പെട്ടത് എങ്ങനെയാണെന്നറിയുമോ? കൃഷ്ണനുണ്ണിയുടെ കൈകൾ കൊണ്ടാണ് ആ കുട്ടി മരിച്ചത്. അശ്വതി മിഴിച്ചു കേട്ടുകൊണ്ടിരുന്നു. ഗായത്രി, അവൻ്റെ അമ്മയായിരുന്ന സാവിത്രി അന്തർജനമാണ് ഇപ്പോൾ ഈ ജന്മത്തിൽ അവൻ്റെ അമ്മയായി പുനർജനിച്ചിരിക്കുന്ന അശ്വതി എന്ന നീ. അശ്വതി, എന്ത്? ഗായത്രിക്ക് വീണ്ടും കോൾ വന്നു. ഗായത്രി നോക്കി. പ്രൊഫസറാണ്. പ്രൊഫസർ സംസാരിക്കുന്നത് കേട്ട് ഗായത്രിയുടെ മുഖം മാറുന്നത് അശ്വതി ശ്രദ്ധിച്ചു. മുഖം ചുവന്നു തുടുത്തു. ശരി സാർ, താങ്ക് യു എന്ന് പറഞ്ഞ് ഗായത്രി കട്ടാക്കി. ഗായത്രി അശ്വതിയുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് തോളിൽ കൈവച്ചു. അനന്തുവിൻ്റെ നാൾ രോഹിണിയല്ലേ? അശ്വതി, അതെ. ഗായത്രി, കൃഷ്ണനുണ്ണിയുടെയും അതേ നാളായിരുന്നു. നിന്റെ നാൾ ഏതാണ്? അശ്വതി, ആയില്യം. എന്നിട്ട് ചെറിയ പുഞ്ചിരിയോടെ, സാവിത്രി അന്തർജനത്തിൻ്റെ നാളും ആയില്യമാവുമല്ലേ? ഗായത്രി താഴേക്ക് നോക്കിക്കൊണ്ട്, അല്ല, അവരുടെ നാള് അഷ്ടമിയായിരുന്നു. പക്ഷേ മഹാലക്ഷ്മിയുടെ നാൾ ആയില്യമായിരുന്നു. അശ്വതി, എന്ന് വെച്ചാൽ? ഗായത്രി, എഡ്വേർഡ് സാറിൻ്റെ ആദ്യത്തെ നിഗമനത്തിൽ ഒരു ചെറിയ പിഴവ് പറ്റി. അത് ക്ലാരിഫൈ ചെയ്യാനായിരുന്നു രണ്ടാമത് വിളിച്ചത്. അന്നത്തെ മഹാലക്ഷ്മിയാണ് ഇപ്പോൾ പുനർജനിച്ചിരിക്കുന്ന അശ്വതി. വ്യത്യസ്ത സമയങ്ങളിൽ ജനിച്ചതുകൊണ്ടാണ് ഈ ജന്മം അവൻ നിൻ്റെ മകനായി പോയത്. അശ്വതി ഞെട്ടുന്നത് കണ്ട ഗായത്രി, ഞെട്ടല്ലേ, നീ ശരിക്കും ഞെട്ടാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അശ്വതി, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് 20ാം പിറന്നാളിന് കൃഷ്ണനുണ്ണിയുടെ കൈകൾ കൊണ്ട് മരണപ്പെട്ട മഹാലക്ഷ്മി ഇപ്പോൾ ഞാനായി പുനർജനിച്ച് എൻ്റെ മകനെ കൊന്ന് പ്രതികാരം വീട്ടുമെന്നാണോ? ഇമ്പോസിബിൾ, ഒരിക്കലും നടക്കില്ല. എൻ്റെ പൊന്നു മോനാണവൻ. ഗായത്രി, അങ്ങനെയൊന്നുമല്ല.
കൃഷ്ണനുണ്ണിയുടെ കൈകൾ കൊണ്ട് മരിച്ചു എന്നത് സത്യമാണ്. പക്ഷേ കുതന്ത്രമൊരുക്കിയത് മറ്റൊരാളാണ്. അശ്വതി: ആര്? എങ്ങനെ? ശരിക്കും രണ്ടുപേര് പ്രണയിച്ചതിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു? ഗായത്രി: കൃഷ്ണനുണ്ണി മഹാലക്ഷ്മിയെ പ്രണയിച്ച് വേളി കഴിക്കുന്നതിന് സാവിത്രിക്ക് എതിർപ്പുണ്ടായിരുന്നു. അതിനേക്കാൾ എതിർപ്പുണ്ടായിരുന്ന വേറെ ആളുണ്ടായിരുന്നു. അശ്വതി: ആര്? ഗായത്രി: അല്ല, മഹാലക്ഷ്മിയുടെ അച്ഛൻ തന്നെ, വാമദേവൻ. ആ ജാതകം പുനർജനിച്ചിട്ടില്ല. അശ്വതി: ഓ, ഇനി അങ്ങേരുടെ കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഗായത്രി തുടർന്നു: ഉണ്ണിയുടെ അച്ഛൻ പെങ്ങളുടെ മകളായിരുന്നു ലക്ഷ്മി. ഉണ്ണിയുടെ യഥാർത്ഥ അച്ഛൻ ഈ മഹാലക്ഷ്മിയുടെയും അച്ഛനായിരുന്നു. ആങ്ങളെയും പെങ്ങളും കൂടി വേളി കഴിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്താണ്ടിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. മഹാലക്ഷ്മിയുടെ അച്ഛന് പെൺമക്കളോട് ഇഷ്ടമായിരുന്നില്ല. ആൺകുട്ടികൾക്ക് വേണ്ടി കൊതിച്ച അയാൾക്ക് ആദ്യം പിറന്നത് ചാപിള്ള. പിന്നീട് ജനിച്ച കുഞ്ഞ് ഉടനെ മരിച്ചു. പിന്നീടാണ് മഹാലക്ഷ്മി ജനിച്ചത്. അതിനുശേഷം മഹാലക്ഷ്മിയുടെ അമ്മയ്ക്ക് പ്രസവിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ സാവിത്രി അന്തർജനം ഒരു ഉഡായിപ്പ് സ്ത്രീയായിരുന്നു. വാമദേവൻ നമ്പൂതിരിയുമായി അരുതാത്ത ബന്ധം തുടർന്നു. അതിലുണ്ടായ കുഞ്ഞാണ് കൃഷ്ണനുണ്ണി. കൃഷ്ണനുണ്ണി മഹാലക്ഷ്മിയെ കൊണ്ട് ഒളിച്ചോടി വേളി കഴിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ദുരഭിമാനമുള്ള നമ്പൂതിരിയല്ലേ. പിറന്നാൾ ദിനത്തിൽ കൃഷ്ണനുണ്ണി മഹാലക്ഷ്മിക്ക് തലയിൽ ചൂടാനായി പ്രത്യേകതരം മാല തയ്യാറാക്കിയിരുന്നു. പനിനീർ ചെമ്പകം, മുല്ലപ്പൂ, കാട്ടുചെമ്പകം എല്ലാം ചേർത്ത് ഉഗ്രൻ മാല തയ്യാറാക്കി. പൂവുകളുടെ എണ്ണം കൊണ്ട് ഭയങ്കര തിക്നെസ് ആയിരുന്നു അതിന്. അതിൻ്റെ പരിമളം അവിടെ മൊത്തം പരന്നു. ആ മാലയിൽ ഉഗ്രവിഷമുള്ള കരിന്തേളുകളെ നിറച്ചു. അതിൻ്റെ കടി കൊണ്ടത് ലക്ഷ്മിയുടെ തലയിലും കഴുത്തിലും. പാവം, അങ്ങനെ മരിച്ചു. അശ്വതി: ആരാണ് ആ തേളുകളെ നിറച്ചത്? ഗായത്രി: ആരാ എന്ന് വ്യക്തമാകുന്നില്ല. ഒന്നെങ്കിൽ സാവിത്രി, അല്ലെങ്കിൽ വാമദേവൻ. പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്ത വാമദേവനാവാനാണ് ചാൻസ്. അയാളും പിന്നീട് വിഷം തീണ്ടിയാണ് മരിച്ചത്. കരിനാഗം കൊത്തി മരിക്കുകയായിരുന്നു. അശ്വതി: അത് കലക്കി. ദുഷ്ടൻ, അങ്ങനെ തന്നെ വേണം. ഗായത്രി: നിന്റെ തന്തയെ പറ്റിയാ നീ ഇങ്ങനെ പറയുന്നേ? അശ്വതി: അയാൾ എന്നെ കൊന്നില്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ പറയും. ഗായത്രി എന്തോ പറയാൻ തുടങ്ങിയതും അശ്വതി കയറി സംസാരിച്ചു. അല്ലടി, ആ പെണ്ണുപിള്ളയുടെ നാൾ ഏതായിരുന്നെന്നാ പറഞ്ഞേ? അവർ പുനർജനിച്ചില്ലേ? ഗായത്രി: അഷ്ടമി. അശ്വതി: നിന്റെ നാളും അഷ്ടമിയല്ലേ? അപ്പോൾ? ഗായത്രി: അതെ, നിന്റെ കണക്കുകൂട്ടൽ ശരിയാണ്. സാവിത്രി അന്തർജനത്തിൻ്റെ പുനർജന്മമാണ് ഗായത്രി എന്ന ഈ ഞാൻ. അശ്വതി: ഓ ഗോഡ്, ഇതെങ്ങോട്ടായി പോകുന്നത്? അപ്പോൾ ഞാനും നന്ദുവും നിന്റെ മക്കളായിരുന്നോ? ഗായത്രി: ഈ കൃഷ്ണനുണ്ണിയും പിന്നീട് ആളത്ര വെടിപ്പൊന്നും ആയിരുന്നില്ല. ഈ സാവിത്രി അന്തർജനവും അവനും കൂടി പിന്നീട്. അശ്വതി: എന്താടി നിർത്തിയത്? ഗായത്രി: ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതീവ ഗൗരവത്തോടെ നീ കാണണം. വേണ്ടത് ചെയ്തില്ലേ അനന്തു ഒരു ക്രോണിക് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയേക്കാം. നമുക്ക് അവനെ രക്ഷിക്കണ്ടേ? ഇത്രയും ഞെട്ടിയതല്ലേ, ഇനിയുള്ള കാര്യങ്ങൾ കേട്ട് തലകറക്കം വരേണ്ട. എന്തേലും കഴിച്ചിട്ടാവാം ബാക്കി. ഒരു കാര്യം കൂടി എടി, അവൻ്റെ യഥാർത്ഥ പ്രശ്നം മഹാലക്ഷ്മിയുമായുള്ള പ്രണയം പൂവണിയാത്തതും ആഗ്രഹിച്ചതൊന്നും നടക്കാത്തതുമാണ്. അന്ന് അവൾക്ക് 20 തികഞ്ഞ ദിവസം വരാൻ ഇനി ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു മഹാനവമി ദിനത്തിലായിരുന്നു. മുജ്ജന്മത്തിൽ ആഗ്രഹിച്ചത് നടക്കാതെ പോകുന്നവർക്കുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിൻ്റെ ബിഗിനിങ് ആണിതൊക്കെ. അല്ലാതെ യക്ഷിയും തേങ്ങയും ഒന്നുമല്ല. അന്നത്തെ മഹാലക്ഷ്മിയുടെ രൂപം നിൻ്റേത് തന്നെ, അതിലൊന്നും ഒരു തർക്കവുമില്ല. ഇടയ്ക്ക് അവൻ്റെ ഉപബോധ മനസ്സിൽ സ്വപ്നത്തിൽ ആ രൂപം വരുന്നതും അതൊക്കെ കൊണ്ടാണ്. നമുക്കതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അശ്വതി: എങ്ങനെ?
ഗായത്രി, അതിനും എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ഈ സ്റ്റോറിക്ക് ഒരു തേർഡ് പാർട്ടും കൂടെ ഉണ്ടായിരിക്കും. അതും കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലുള്ള പോർഷൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഗുഡ് നൈറ്റ് വിത്ത് ലവ്, അലി നാൻസി.